റെവല്യൂഷൻ ഓൺ റെയിൽ. അത് ROAR എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ റോർ ആവണം. അത് റെയിൽ വികസനമല്ല, പാത ഇരട്ടിപ്പിക്കണം. ഇപ്പൊ 2 ഉള്ളത് 4 ആവണം. ആയാൽ കൂടുതൽ ട്രെയിൻ വരും. ഉള്ള ട്രെയിനുകൾക്ക് വളവുകൾ, വളരെ അപകടകരമായ വളവുകൾ, ഇപ്പം തന്നെ നമ്മൾ വന്ദേ ഭാരതിൽ പോകുമ്പം ഡെഡ് സ്ലോ ആയിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്ന കേർവ്സ് ഉണ്ട്. ആ കേർവുകൾ ഒന്ന് നിവർത്തിയെടുത്ത് വന്നാൽ സ്പീഡും കൂടും, കൂടുതൽ ട്രെയിൻ വരും. ചെറിയ ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ കിട്ടും. അപ്പോൾ ഓരോ സ്റ്റേഷനും ഒരു നെറ്റ്വർക്ക് കണക്റ്റ് വരും. ഓരോ സ്റ്റേഷനും മൊബിലിറ്റി നമുക്ക് വാഗ്ദാനം ചെയ്യാൻ സാധിക്കും. വാഗ്ദാനമല്ല, നൽകാൻ സാധിക്കും. അതാണ്, കൂടുതൽ ട്രെയിനുകൾ വരും, സൗകര്യപ്രദമായി യാത്ര ചെയ്യാനാവുന്നൊരു പ്രദേശം വരും. ഉറപ്പായിട്ടും വരും. പാത ഇരട്ടിപ്പിക്കൽ മാത്രമാണ് അതിന് തടസ്സം. റെയിൽവേ എന്തിനും തയ്യാറാണ്. അത് നിങ്ങൾ പാർലമെന്റിൽ ശ്രീ അശ്വിനി വൈഷ്ണവ് പറയുന്നത് കേട്ടിട്ടില്ലേ? ഹൈബി ഈഡന്റെ ചോദ്യത്തിന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. NK പ്രേമേന്ദ്രൻ, ശശി തരൂർ, അതുപോലെ VK ശ്രീകണ്ഠൻ, ഇവരൊക്കെ ചോദിച്ചു, രാഘവൻ ചേട്ടൻ, ഇവരൊക്കെ ചോദിച്ചപ്പോഴും പറഞ്ഞത്, യു പ്ലീസ് ഗോ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, യു റിക്വസ്റ്റ് ദം ടു ഗിവ് us more land and also pull out, help us pull out very sharp curves. For a geography like Kerala, we know that we cannot have a zero curve line, but at least the dangerous curves to be straightened. ഇത് അദ്ദേഹം 3-4 തവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതില്ലാതെ നമുക്ക് റെയിൽ വികസനം എന്ന് പറയുന്നത്, കാരണം നമുക്ക് അങ്ങനെ തന്നെ പോട്ടെ, ടച്ച് വുഡ്, ദൈവം അനുഗ്രഹിക്കട്ടെ, അപകടത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയാലും നമുക്ക് ക്രമാതീതമായി സേഫർ ജേണി എന്ന് പറയുന്നതിന് ഒരവസരം ജനങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്രോളിൻ്റെ കൺസംഷൻ കുറയും, അത് വമിക്കുന്ന വായുവിലെ വിഷാംശം കുറയും, അല്ലേ? എല്ലാം മെട്രോ വന്നത് തന്നെ അതല്ലായിരുന്നു ഉദ്ദേശം. പൊല്യൂഷൻ കുറയും, എൻവയൺമെൻറ്റൽ കൺസേൺസ്, ഇത് അഡ്രസ്സ് ചെയ്തേ മതിയാവും. നമുക്ക് ഇന്ത്യയിലിപ്പോൾ ബുള്ളറ്റ് ട്രെയിൻ വരുന്ന കാലമാണ്. അപ്പോൾ അത് കേരളത്തിനും അങ്ങനെ ഒരു ബുള്ളറ്റ് ട്രെയിൻ വരണമെങ്കിൽ സീറോ കർവ് മാത്രമാണ് അതിനൊരു സ്പെഷ്യൽ ടെറൈനും വേണം. അതിൻ്റെ ആ ഒരു സ്പീഡ് ഉൾക്കൊള്ളുന്ന ഭൂമിയുടെ ഒരു അതിൻ്റെ ഭൂമിയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നത് കണക്കെടുപ്പിൽ വരുമ്പോൾ നമുക്കത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് തരണം ചെയ്യണം.